പരിശുദ്ധാത്മ ശക്തി ആണ് എന്ന് മനസ്സിലാക്കണം. ആ ശക്തി ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 1:7. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ആ ശക്തി ലഭിക്കുന്ന അനുഭവമാണ് ഈ രണ്ടാമത്തെ അനുഭവം. മേൽ വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിൽ വരുന്ന അനുഭവമാണ് ആദ്യത്തേത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്ന അനുഭവമാണ് രണ്ടാമത്തേത്. അതാണ് ശക്തിയുടെ അനുഭവം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ മേൽ വന്നിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നേരത്തെ യോഹന്നാൻ 14:16 നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. എന്നാൽ ഇനിയും നിങ്ങൾ പ്രാപിക്കുമ്പോഴാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്. മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഇത്രയേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതാണ്, ഈ വെള്ളം ഞാൻ കുടിക്കുന്നു. ആ വെള്ളം ഇപ്പൊ എവിടെ ഉണ്ട്? ഒരു സംശയമില്ല എന്റെ അകത്തോട്ടല്ലേ. ഇതെന്റെ തലയിൽ ഒഴിച്ചാലോ? സംഭവം മാറിയിട്ടില്ല, പക്ഷെ രണ്ടനുഭവമല്ലേ. ഇത്രയുള്ളൂ കാര്യം. മനസ്സിലാക്കാനൊരു ഉദാഹരണം പറഞ്ഞത്. പക്ഷെ ഇതെന്റെ തലയിൽ ഒഴിച്ചാൽ ഒന്നും ആകത്തില്ല. ഒരുപാട് ഒഴിച്ചാലേ എനിക്കൊന്നും നനയാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്ക് തൃപ്തിയായില്ലെങ്കിൽ എനിക്ക് നദിയിലോട്ട് ഇറങ്ങാം. എത്ര ആഴത്തിലോട്ട് വെളിയിൽ ഇറങ്ങാം. അത് നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയതാ പരിശുദ്ധാത്മാവിന്റെ അനുഭവം. ഇതിന്റെ ആഴങ്ങൾ അളന്നവരാരുമില്ല. ഇതിന്റെ ഡെപ്ത് കണ്ടവരാരുമില്ല. എത്ര വേണേലും പോകാം. പക്ഷെ ഈ പേഴ്സണാലിറ്റിയെ ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന അനുഭവം തെറ്റല്ല. ഉള്ളിലുണ്ട്. രണ്ടാമത്തെ അനുഭവം നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഒന്നാമത്തെ അനുഭവം നമ്മൾ പ്രാപിച്ചതല്ല, പരിശുദ്ധാത്മാവ് വന്നതാണ്. നമ്മൾ പ്രാപിച്ചതല്ല. യേശുവിനെ സ്വീകരിച്ചുള്ളൂ. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞുമില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. ക്ലിയർ ചെയ്യാം. ഗലാത്യർ 4:6. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. എന്താണ് ആത്മാവിന്റെ പേര്? പുത്രത്വത്തിന്റെ ആത്മാവ്. എവിടെ അയച്ചു? ഹൃദയത്തിൽ അയച്ചു. എപ്പോഴയച്ചു? അവിടെ തന്നെ ഉണ്ട്. മക്കളായപ്പോ അയച്ചു. ആയതെപ്പോഴാ? യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ചപ്പോ മക്കളായി. അപ്പൊ എന്ത് കിട്ടി? സ്വപുത്രന്റെ ആത്മാവിനെ കിട്ടി. ആ സ്പിരിറ്റ് വന്നപ്പോഴാ ഞാൻ ദൈവത്തിലാണെന്ന് എനിക്ക് ഉറപ്പ് വന്നു. സ്വതന്ത്രം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതെല്ലാം പഠിക്കാം. ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ പ്രാർത്ഥന, ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അന്തരീക്ഷം, വചനം നമുക്ക് നമ്മുടെ ഉള്ളിൽ പതിയേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക. സ്തോത്രം. അപ്പോ അവിടെ തന്നെ ഒരു കാര്യം പഠിക്കാനുണ്ട്. 6-ാം വാക്യം ഒന്നോട് വായിച്ചോ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു. നിങ്ങൾ മക്കളായപ്പോ, ദൈവ മക്കളായപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു. നോ ഡൗട്ട്. അത് കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാം. 3:1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എങ്ങനെ? പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എങ്ങനെ? രണ്ടു വഴിയേ ഉള്ളതിന്. വായിച്ചോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? പ്രവൃത്തിയാലാണോ പ്രസംഗം കേട്ടതിനാലാണോ? പറഞ്ഞാട്ടെ. സുവിശേഷ പ്രസംഗം കേട്ടതിനാൽ. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എങ്ങനെ? സുവിശേഷ പ്രസംഗം കേട്ട് വിശ്വസിച്ചപ്പോ. എഴുതിയിട്ടില്ലേ അവിടെ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എങ്ങനെ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ശക്തമായ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം തുറന്നത് ആരാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ്. അങ്ങനെ വചനം കേട്ട് വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവ് ഉള്ളിൽ വന്നു.
കാരണം ആത്മാവിനാലാണ് ജനിക്കുന്നത്. വചനത്താലും ആത്മാവിനാലുമാണ് ജനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 10 വരെ എടുക്കണ്ട, വായിക്കണ്ട. വചനത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നത്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിനാലാണ് നാം വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനിച്ച എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ വീണ്ടും ജനിച്ച എല്ലാവരും അഭിഷിക്തരല്ല. വീണ്ടും ജനിച്ച എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. വീണ്ടും ജനിച്ച എല്ലാവരും ആത്മ നിറവില്ല. വീണ്ടും ജനിച്ച എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കും. സ്തോത്രം. എപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു? വചനത്തിനായി ഹൃദയം തുറന്നപ്പോൾ, സുവിശേഷം സ്വീകരിച്ചപ്പോൾ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, വചനം ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ അകത്തേക്ക് വന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗലാത്യർ 4:6 വീണ്ടും വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അടുത്ത വാക്യം. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അടിമത്വം മാറി, പാപം ക്ഷമിച്ചു, കെട്ടുകൾ അഴിഞ്ഞു, ദൈവവൈദ്യരായി തീർന്നു, സ്വർഗീയ കുടുംബത്തിലെ അംഗമായി തീർന്നു എന്നുള്ള ബോധ്യം അകത്ത് നമുക്ക് തരുന്ന വ്യക്തി പരിശുദ്ധാത്മാവാണ്. ക്ലിയർ ചെയ്ത് എഴുതിയിരിക്കുന്നു റോമർ 8:16. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. സ്തോത്രം. ശ്രദ്ധിച്ചു വായിച്ചാട്ടോ, നമ്മുടെ എല്ലാവരും കേട്ടാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പൊ നമ്മൾ ദൈവമക്കളാണെന്ന് ആദ്യം പറഞ്ഞത് ആരാ? പരിശുദ്ധാത്മാവാ പറഞ്ഞത്. എവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു? നമ്മുടെ അകത്തിരുന്ന് പറഞ്ഞു. ആ ധൈര്യമുള്ളവർക്ക് ആരെന്നാ പറഞ്ഞാലും പേടിക്കാനില്ല. ഞാൻ ദൈവവൈതലാണെന്ന് തീരുമാനിച്ചത് സഭക്കാരല്ല. ഞാൻ ദൈവവൈതലാണെന്ന് തീരുമാനിച്ചത് വിദേശത്തുള്ള ഒരു മിഷണറി അല്ല. ഞാൻ ദൈവവൈതലാണെന്ന് പറഞ്ഞത് എന്റെ വീട്ടുകാരുമല്ല. എന്റെ അകത്തുനിന്ന് പറയുന്നു. എന്റെ അകത്തുനിന്ന് ഒരാൾ പറയുന്നു. നീ ദൈവവൈതലാണ്, നീ ദൈവവൈതലാണ്, നീ ദൈവവൈതലാണ്, നീ ദൈവവൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. നാം ദൈവമക്കളാണെന്നുള്ള ഉറപ്പ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് പുത്രത്വത്തിന്റെ ആത്മാവാണ്, അത് സുബോധത്തിന്റെ ആത്മാവാണ്, അത് ധൈര്യത്തിന്റെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വാസം ചെയ്യുന്ന ആളുകളോടാണ് പറഞ്ഞത്, നിങ്ങൾ ഇനി പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് കാത്തിരിക്കണം. ഇനി നിങ്ങൾ പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ഇനി നിങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മിൽ വന്നാൽ അതൊരു അനുഭവമാണ്. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നത് മറ്റൊരു അനുഭവമാണ്. യേശു വന്നതും പരിശുദ്ധാത്മാവ് വന്നതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. യേശു ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ ആരും സ്വീകരിച്ചില്ല. അവന് വീടുണ്ടായിരുന്നില്ല. ഗർഭിണിയായ മറിയയും കൊണ്ട് സെൻസസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. സൗകര്യമുള്ളവരെല്ലാം വലിയ വലിയ ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്തു. പാവപ്പെട്ട ജോസഫിനും മറിയയ്ക്കും ഒരു നല്ല ഹോട്ടൽ കിട്ടിയില്ല. വഴിയമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ സ്ഥലമില്ല. ഭയങ്കര തിരക്ക് വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഭയങ്കര തിരക്കാണ്. ആ തിരക്കിനകത്ത് വഴിയമ്പലത്തിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് നിൽക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ആ മഹാസംഭവം ഉണ്ടായത്. 1ാമത്തെ ക്രിസ്മസ്. ദൈവത്തിന് ഭൂമിയിലോട്ട് പിറക്കേണ്ട സമയമായി. മനുഷ്യമായി മറിയ
ദുർഘടാവസ്ഥയിൽ ഭയാനകമായ വേദനയുള്ള സമയത്തേക്ക് നീങ്ങി. ജോസഫ് നിസ്സഹായൻ. പെട്ടെന്ന് ആരെയൊക്കെ വിവരം അറിയിച്ചു. എവിടെയാണ് പ്രസവം നടന്നതെന്ന് അറിഞ്ഞുകൂടാ. ആളുകൾ ഓരോന്നൊക്കെ പറയുന്നൊന്നും ക്ലിയർ അല്ല. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ലൂക്കോസ് 2:6-7. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രസവിച്ചത് വഴിയമ്പലത്തിലാണോ പശുത്തൊട്ടിയിലാണോ? അത് വഴിയമ്പലത്തിൽ നിന്ന് പശുത്തൊട്ടിയിലേക്ക് പോകുമ്പോൾ പെരുവഴിയിൽ വെച്ചാണോ? ചിന്തിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. വഴിയമ്പലത്തിൽ ഭയങ്കര തിരക്കിൽ ഇനിമേളിൽ 2-3 പേർ കൂടെ നിൽക്കാം. പക്ഷെ അവിടെ ഒരു ഡെലിവറി എന്ന് പറയുമ്പോൾ പറ്റത്തില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ കന്നുകാലികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രത്യേക സ്ഥലത്തേക്ക് പോയി. ഇവരെല്ലാം മൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ പുല്ലുകൊണ്ടുണ്ടാക്കിയ പുല്ല് ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു ക്രമീകരണം ചെയ്ത് ദൈവപുത്രനെ കിടത്തി. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ നരപതിയെ എന്ന് പറഞ്ഞുള്ള ശ്രീ നരപതിയെ സിയോൻ മണവാളൻ എന്നുള്ള പഴയ ഗാനം ഇതിനെ വർണ്ണിക്കുന്നതാണ്. സ്തോത്രം. ദൈവകരുണയും ധനമഹാത്മ്യമെന്ന നമ്മൾ സാധാരണ പാടാറുള്ള പാട്ടിനകത്തും യേശുവിന്റെ ജനനത്തിനകത്തെ ആ ഭയങ്കരത വിവരിക്കുന്നത് നമുക്ക് കാണാം. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആരും സ്വീകരിച്ചില്ല. ഇന്ത്യയിൽ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനും ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചവനുമായ KP കേശവമേനോൻ എഴുതിയ ബുക്കുണ്ട്, യേശുദേവൻ എന്ന ബുക്ക്. വായിച്ചിരിക്കേണ്ടത് നല്ലതാണ്. KP കേശവമേനോൻ. അദ്ദേഹം ഒരു രഹസ്യ ക്രിസ്തു ഭക്തനായിരുന്നു. അദ്ദേഹം ആ ബുക്കിന്റെ എഴുതി തീർന്നിട്ട് എഴുതുന്ന മുഖക്കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് സാധിച്ചു എന്നാണ്. അനേക ബുക്കുകൾ അത് എഴുതിയതിൽ തന്നെ ഏറ്റവും ആഗ്രഹിച്ചെഴുതിയ ഒരു ബുക്കാണ് യേശുവിനെ കുറിച്ചുള്ള ബുക്ക്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ മൃഗത്തെ പോലെ തരം താണു എന്നതിന്റെ തെളിവാണ് ദൈവപുത്രനെ മൃഗത്തിന്റെ കൂടെ കിടത്തുവാൻ തയ്യാറായത് എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ ആരും സ്വീകരിച്ചില്ല. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വീകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവിടെ വന്ന പലരും യേശുവിനെ സ്വീകരിച്ചു. ഞാൻ മനസ്സിലാക്കിയത്, രക്ഷിക്കപ്പെടാൻ വേണ്ടി ആളുകൾക്ക് ദൈവം തുറന്ന ഒരു വാതിലാണ് ഗൾഫ്. നാട്ടിൽ വെച്ച് കൺവെൻഷൻ വന്നാൽ വിളിച്ചാൽ വരത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒട്ടും പോകത്തില്ല. ബൈബിൾ കൈ പിടിച്ചോണ്ട് പോകത്തില്ല. അബ്ബാസിയിൽ കൂടുന്ന ഏത് സമയത്ത് നടന്നാലും ആളുകൾ ബൈബിൾ പിടിച്ചോണ്ട് പോകുന്നില്ല. എവിടെയൊക്കെയോ യോഗങ്ങൾ നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെ എല്ലാം കൈ ബൈബിളാണ്. നാട്ടിൽ കൂടെ അങ്ങനെയൊന്നും ബൈബിൾ പിടിച്ച് നടന്ന ആരെയും ഇപ്പോഴും കാണാൻ പ്രയാസമാണ്. അപ്പൊ ദൈവം തമ്പുരാൻ എത്ര വലിയവനാണ്. ആളുകള് ഗൾഫിൽ പോവാന്ന് പറഞ്ഞാൽ ഇതിനാണെന്ന് പറഞ്ഞാണോ പോകുന്നത്? പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം എന്തുവാ? ജോലി കഷ്ടിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഓടി വരിക ആളുകൾ ദൈവവചനം കേൾക്കാൻ. യേശുവിനെ സ്വീകരിച്ചു ഇവിടെ വന്ന് തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിന്നെ വീട്ടുകാരെ സ്വീകരിക്കുകയില്ല. ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കർത്താവിന് ലഭിക്കാത്ത സ്വീകരണം നമുക്കെന്തിനാ? നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേര് എനിക്കെന്തിന്? നമുക്കറിയാവുന്ന ഗീതങ്ങളാണ്. സമയം ലഭിക്കാൻ വേണ്ടി ഞാൻ പാടുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ അങ്ങനെയല്ല. അതാണ് പറയാനുള്ളത്. ഈ വ്യക്തിത്വം തമ്മിലുള്ള വ്യത്യാസമാണ്. യേശു പല പ്രാവശ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം, കാത്തിരിക്കണം. യേശു ഇവിടെ വന്ന കർത്താവിനെ സ്വീകരിച്ച ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം
നാം വായിക്കുമ്പോൾ ഒരു സംഘം ഏകദേശം 10 ദിവസത്തിൽ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവ് വന്നതും യേശു വന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? യേശു വന്നപ്പോൾ ആരും സ്വീകരിച്ചില്ല, പശുത്തൊട്ടിയിലേക്ക് മാറ്റി. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നത് സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സംഘത്തിലോട്ട്, ഹൃദയം ഒരുക്കി അനേക നാളുകളായി കാത്തിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലോട്ട് പരിശുദ്ധാത്മാവ്. ഇതിന്നൊരു തത്വം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ വരത്തുള്ളൂ, അങ്ങനെ വരുള്ളൂ, അങ്ങനെ വരികയുള്ളൂ. അവന് വേണ്ടി കാത്തിരിക്കുന്ന, അവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന, വെൽക്കം ചെയ്യുന്ന, സ്വീകരിക്കുന്ന, ഏറ്റെടുക്കുന്ന, മനസ്സ് തുറന്നു വെച്ചിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. എന്നാൽ യേശു അങ്ങനെയല്ല വന്നത്. യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു. അത് ചിലപ്പോൾ പല പ്രാവശ്യം ചെയ്തു തന്നിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നേരെ തിരിച്ച, എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടി, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടേയിരിക്കുന്നു, മറ്റേത് വാദിക്കയില്ല. അപ്പൊ ഈ വ്യക്തിത്വം തമ്മിലുള്ള വ്യത്യാസങ്ങൾ പുസ്തകം പറയുന്നത് എന്തോ അതനുസരിക്കാനേ നിവൃത്തിയുള്ളൂ. എന്താ പുസ്തകം പറയുന്നത്? 4:30 എഫേസ്യർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ, അവനെ സ്വീകരിക്കാൻ നിങ്ങൾ എപ്പോഴും ഒരുക്കമായിരിക്കണം എന്നൊരിടത്ത് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, മറുവശം പറയുകയാണ് ആത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. പിതാവായ ദൈവത്തെ കുറിച്ചോ പുത്രൻ തമ്പുരാനെ കുറിച്ചോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ദുഃഖിപ്പിക്കരുത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ പെട്ടെന്ന് ദുഃഖിക്കുന്ന ആളാണ് എന്നല്ലേ എന്റെ അർത്ഥം? സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് വേഗത്തിൽ ആരെ ദുഃഖിപ്പിക്കാൻ പറ്റും? കറക്റ്റാണ്. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ആരെ ദുഃഖിപ്പിക്കാൻ പറ്റും? അരമാർക്കുണ്ട്, കൂടെ വസിക്കുന്ന ആള്, പിന്നെ ക്ലോസ് ഫ്രണ്ടിന്. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് ഏറ്റവും വലുത് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളെയാണ് നിങ്ങൾക്ക് വേഗത്തിൽ ദുഃഖിപ്പിക്കാൻ പറ്റുന്നത്. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ പറയാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പെട്ടെന്ന് സാധിക്കും. നിങ്ങൾക്ക് ദുഃഖിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാരെ? ദുഃഖിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാരെ? നിങ്ങളുടെ ശത്രുവിനെ. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് ദുഃഖിപ്പിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ നിങ്ങളുടെ മിത്രത്തെ നിങ്ങൾക്ക് വേഗം ദുഃഖിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേഗത്തിൽ ദുഃഖിപ്പിക്കാം, നിങ്ങളുടെ അമ്മയെ വേഗത്തിൽ ദുഃഖിപ്പിക്കാം, നിങ്ങളുടെ ഭർത്താവിനെ വേഗത്തിൽ വേദനിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന വാക്ക് ആഴത്തിൽ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നത് നിങ്ങൾ കള്ളു കുടിക്കുമ്പോഴല്ല, അതിനു മുമ്പേ പരിശുദ്ധാത്മ പോയി കഴിഞ്ഞു. അത്ര വെയിറ്റ് ചെയ്യത്തില്ല. വളരെ ചെറിയ കാര്യങ്ങൾ, സെൻസിറ്റീവ് എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കാറില്ലേ, വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും പരിശുദ്ധാത്മാവിനെ. റസൂൽ ലേഖനത്തിലെ വാക്യം, ആത്മാവിനെ കെടുക്കരുത്. എന്റെ അർത്ഥം എന്നാ? കെടുത്തിയാൽ കെടും. സർവശക്തനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, കെടുത്തരുതെന്ന്. അപ്പൊ ഈ വ്യക്തിത്വത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? ഈ ഒരു റെസ്പെക്ട്, ഈ ഒരു പ്രത്യേകത പരിശുദ്ധാത്മാവിനോട് നാം കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവനുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റത്തുള്ളൂ. ലേഖനത്തിലെ വാക്യം കാണാത്തവർക്ക് വേണ്ടി ഒന്ന് എടുത്ത് വായിക്കാം. ആത്മാവിനെ കെടുക്കരുത്. വാക്യാണ് 5:19. ആത്മാവിനെ കെടുക്കരുത്. പിന്നെ പ്രവചനം തുച്ഛീകരിക്കരുത്. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാ പ്രവചനം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം തുച്ഛീകരിച്ചാൽ ആത്മാവ് കെടും. വളരെ ചെറിയ കാരണങ്ങളാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ദുഃഖിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുകയല്ല. രക്ഷ നഷ്ടപ്പെടുക എന്നുള്ള വിഷയമൊക്കെ പിന്നത്തെ കാര്യമാണ്, ഒക്കെ ഒരുപാട് അപ്പുറേ പോകുന്ന കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്താ സ്വർഗത്തിൽ പോകാനെന്ന ആളുകൾ തപ്പുന്നു.
പാസ് മാർക്കിന്റെ കാര്യം ഒന്ന് പ്രസംഗിക്കാവോ? പാസ് മാർക്കിന്റെ കാര്യം നമ്മൾ ഇപ്പൊ ഇവിടെ എടുക്കുന്നില്ല. റാങ്കിന്റെ കാര്യം ഇപ്പൊ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്നാന്നുള്ളതിനെ കുറിച്ച് ആളുകൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. അതുകൂടെ ചെയ്താൽ സ്വർഗത്തിൽ പോകാവോ? ഇതൊക്കെ ഞാൻ കഴിച്ചാലും പോകാവോ? അങ്ങനെ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ സഭയിൽ നിന്ന് നിങ്ങളെ മുടക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളുടെ പേര് ഉടനെ വെട്ടത്തുമില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഇത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. പിന്നെ അതിലേക്ക് തിരികെ വരാൻ വളരെ കഷ്ടപ്പെടേണ്ടി വരും. ആത്മനിർഭർ നിലനിർത്താൻ വളരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വളരെ ആ വിഷയത്തിൽ നാം ഏകാഗ്രത ഉള്ളവർ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ ശക്തിയാണ്. പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെയുള്ളവർ പരിശുദ്ധാത്മ ശക്തിക്കായി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞതും പഠിപ്പിച്ചത്. നമുക്കിനി ഇന്നലെ വായിച്ച ഭാഗത്തേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെയും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ക്ലാസ്സിൽ പഠനത്തിന് കുറച്ച് സമയം എടുക്കണം, പ്രാപിക്കുവാനും സമയം വേണം നമുക്ക്. ഒന്നാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 1:4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യത്തിലേക്ക് കയറാം, വായിച്ചോ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇനി ഒന്ന് ലിസൺ ചെയ്യണേ. നമുക്ക് വേദപുസ്തകത്തിലൂടെ പോകാം. ബൈബിൾ ക്ലാസ് അല്ലേ? ഇന്നലെ വായിച്ച ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോഴാണ് വന്നത്. ഇതുവരെ നമ്മൾ അതിന്റെ വേറെ ഒരു വശങ്ങൾ പറയുകയായിരുന്നു. വ്യക്തി ശക്തി എന്ന ഭാഗം 4-5 വാക്യങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. നിങ്ങൾ ഇത് ലഭിച്ചിട്ടേ പോകാവുള്ളൂ. നിങ്ങൾ കാത്തിരിക്കണം. 6-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. സ്തോത്രം. നിങ്ങൾ വായിച്ചത് കേട്ടല്ലോ. ഇതാര് ചോദിച്ച ചോദ്യമാണ്? ശിഷ്യന്മാര് ചോദിച്ചു. ആരോട്? യേശു. എന്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ? അപ്പൊ എന്റെ ചോദ്യം, യേശു പറഞ്ഞ തന്നെ ഇവർക്ക് പിടി കിട്ടിയോ? നിങ്ങൾക്ക് പിടി കിട്ടിയോ? യേശു പറഞ്ഞ എന്നാ ഇവര് ചോദിക്കുന്നുണ്ട്. യേശു എന്താ പറഞ്ഞ? നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഉടനെ ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാ? അത് എന്നാ കിട്ടുന്ന കർത്താവേ? അത് കിട്ടുമ്പോ എങ്ങനെയാ കർത്താവേ? അതിനുവേണ്ടി ഞാൻ എന്നല്ലേ ചോദിക്കണ്ടേ? ഇവരെന്നാ ചോദിച്ചു? രാഷ്ട്രീയം. ഇവര് രാഷ്ട്രീയം ചോദിക്കുന്നു. കിങ്ഡം. എപ്പോഴാണ് രാജ്യം കിട്ടുന്നത്? കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? സെക്രട്ടറിയോ എന്തേലുമൊക്കെ ആകാം അല്ലേ? വൈസ് പ്രസിഡന്റോ എന്തേലുമൊക്കെ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടിയതേ. 12 പേരല്ലേ ഉള്ളൂ, വിധിച്ചെടുക്കാമല്ലോ. പരിശുദ്ധാത്മാവിന്റെ കാര്യം യേശു പറയുന്നു, ഇവര് രാഷ്ട്രീയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ എല്ലായിടത്തും പ്രശ്നം. വില കൂടി തന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുക. ഗ്ലോറി. അപ്പോഴേ എന്നാ ഇലക്ഷൻ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്തു പറ്റി ജനത്തിന്? വളരെ വിലപ്പെട്ട കാര്യമാണ് യേശു പറഞ്ഞു പോയത്. ഇവര് ചോദിക്കുന്നത് എപ്പോഴാ ഇത് ഞങ്ങൾക്ക് ഒരു പൊസിഷൻ ഒക്കെ കിട്ടുന്നത്? ഇനി കർത്താവിന് മറുപടി കേട്ടേ. വായിച്ചു. അവനവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പൊ മറുപടി ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സഭ്യമായ ഭാഷ ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ.
നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ പറയാം, ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെടാം. വല്ലവരുടെ കാര്യത്തിൽ തന്നെ എടുത്ത് സമയം കളയുന്നത്. തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാനാണ്. ഭൂമിയിലെ രാജ്യത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരാക്രമം വിട്, ദൈവാത്മാവിനെ പ്രാപിക്കുക. നാടൻ ഭാഷയിൽ യേശു വഴക്ക് പറയുക. തുങ്കരവളത്തിന് തൊട്ടു പോകാൻ നേരത്തൊക്കെ പറയുന്ന മോശം അല്ലേ? പോകാൻ നേരത്ത് നല്ല വാക്ക് പറഞ്ഞു വേണ്ടേ പോകാൻ? സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് പച്ചയ്ക്ക് വഴക്ക് ശാസിക്കുക അവരെ. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങളുടെ പണിയല്ല. നിങ്ങളുടെ പണി എന്നാന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ്: പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, സാക്ഷിയാകുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുക. ഭൂമിയിലുള്ള ദൈവസഭയ്ക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം പറ്റിയെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹം മാത്രമാണ് അതിന്റെ കാരണം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരാക്രമമാണ് സകല ദോഷങ്ങൾക്ക് കാരണം. നിനക്ക് വേണ്ടത് എന്ത്? നിനക്ക് വേണ്ടത് ആത്മശക്തി. അത് പ്രാപിക്കുക, അത് പ്രാപിക്കുക, അതിനായി ഓടുക, അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദാംബരം പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഒരു അക്ഷരം ഇത്രയും നേരം പറഞ്ഞത് വെറുതെ ആയില്ലേ? കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല ആളുകൾക്ക്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന്റെ പ്രാധാന്യത, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന്റെ അതിന്റെ സുഖം, അത് മനസ്സിലായിട്ടില്ല ആളുകൾക്ക്. കാരണം അവർക്കത് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാ. എന്നാൽ അത് പ്രാപിച്ചാൽ മനസ്സിലാവും. അത് മനുഷ്യന് ഭയങ്കര തൃപ്തി കൊടുക്കും. അവന് പിന്നെ പ്രത്യേകിച്ച് ഒന്നിനോടും അങ്ങനെ ഒരു ആഗ്രഹവും ഒരു ആക്രാന്തവും ഉണ്ടാകത്തില്ല. സത്യമായി പറഞ്ഞാൽ ആത്മനിറവിൽ ജീവിക്കുന്നവന് ലോകസ്നേഹത്തിൽ നിന്ന് മോചനം കിട്ടും, അത്യാഗ്രഹത്തിൽ നിന്ന് മോചനം കിട്ടും. അവന് കർത്താവിനെ സ്നേഹിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും കർത്താവിനെ ആരാധിക്കാനും ഒറ്റ ആഗ്രഹമുള്ളവർ വേറെ ഒരു ആഗ്രഹവും ഇല്ല. Glory to God. അടുത്ത വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ ബിസിനസ് എന്താണ്? പരിശുദ്ധാത്മാവ് വരിക എന്നുള്ളതാണ്. രാജ്യവും രാജാക്കന്മാരുടെ കാര്യം വേറെ ആരെങ്കിലും ചെയ്തോളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാലോ? വായിച്ചോ. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന്. ശക്തി ലഭിച്ചാൽ നിങ്ങൾ സാക്ഷികളാകും. ക്രിസ്തു സഭയ്ക്ക് യേശു ക്രിസ്തു ദാനം ചെയ്തത് ഇത് മാത്രമാണ്, പരിശുദ്ധാത്മാവിനെയാണ്. അത് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ശക്തന്മാരായി തീരും, നിങ്ങൾ സാക്ഷികളാകും. ഇവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയായിരുന്നു യേശു. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ജാഗരണത്തിനായിട്ടും ഇരുന്നു എന്ന് നമുക്ക് ഈ തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. 14-ാമത്തെ വാക്യം വായിച്ചു. 1:14. എല്ലാവരും സ്ത്രീകളോടും ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മോളി പറഞ്ഞ കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. കാത്തിരിക്കണം എന്ന് പറഞ്ഞ കാര്യം ഇവർ ചെയ്യുകയാണ്. കാത്തിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഒരുമനപ്പെട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് അതിൻ്റെതൊക്കെ ട്യൂഷൻ കൊടുക്കുകയായിരുന്നു ഇത്രയും നേരം. മറ്റുള്ള ചിന്ത വിട്, രാഷ്ട്രീയം വിട്, ലോകസ്നേഹം വിട്, പരിശുദ്ധാത്മാവിനോട് പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. പരിശുദ്ധാത്മ വന്നവരെ ആ നിലയിൽ ഭൂമി വന്നിട്ടില്ല. ഇന്ന് വരെ ഉണ്ടാകാത്തൊരു അനുഭവം ഉണ്ടാകാൻ പോവുക. നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. കാരണം നമ്മൾ പ്രാപിച്ചവരും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിപ്പോൾ അതിൽ പ്രാപിച്ചവരാണ്. അപ്പൊ എന്താ നടക്കാൻ പോണെന്ന് നമുക്ക് ബൈബിളിൽ നിന്നും അറിയാം, അനുഭവത്തിൽ നിന്നും അറിയാം. എന്നാൽ ഇവർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇവർ 1, 2, 3, 4, 5, 6 ദിവസങ്ങൾ എത്തിയതുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ
പിതാവിന്റെ വാഗ്ദത്തം ഞങ്ങൾക്ക് തരണമേ. യേശു പറഞ്ഞ വാഗ്ദത്തം ഞങ്ങൾ തരണമേ. അവൻ സ്വർഗത്തിൽ ചെന്ന് പിതാവിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യസ്ഥനെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ. ഞങ്ങൾക്ക് കാര്യസ്ഥനെ തരണമേ. അത് വന്നാൽ ഞങ്ങൾ ശക്തരാകുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് ആത്മാവിനെ തരണമേ. ഞങ്ങൾക്ക് ആത്മാവിനെ തരണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. നീ പറഞ്ഞ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആ വാഗ്ദത്തം ഞങ്ങൾ നിറവേറ്റണമേ. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തം ഞങ്ങൾ നിറവേറ്റണമേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും ഇത്ര പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ആരും നമ്മളെ തട്ടിക്കളയരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആർക്കും ഇടയാകരുത്. അതൊരു പ്രാപിച്ചു എന്നങ്ങ് വിശ്വസിക്കുകയല്ല, അത് പ്രാപിക്കുക തന്നെ ചെയ്യണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. 2:1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അവരെ പിന്നെ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. പെട്ടെന്ന്. നമ്മുടെ പ്രാർത്ഥന അനേകം മാസങ്ങൾ നീണ്ടുപോകും, പക്ഷെ മറുപടി പെട്ടെന്നായിരിക്കും. ദൈവത്തിന്റെ മറുപടി പെട്ടെന്നായിരിക്കും. ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങളോടൊരു ദൂത് പറയാം, പെട്ടെന്നായിരിക്കും മറുപടി വരുന്നത്. പെട്ടെന്ന്. ദൈവത്തിന്റെ പ്രവർത്തികൾ അങ്ങനെ വരാറുണ്ട് പലപ്പോഴും. ഇതുപോലെ ഉൽപ്രാവണം പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് കണ്ണിവെക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. നമ്മുടെ സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമയം പോലെയല്ല ദൈവം ഇടപെടുന്നത്. ചിലപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം കാത്തിരുന്നായിരിക്കും, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷം. പക്ഷേ പെട്ടെന്നായിരിക്കും നിന്റെ വിഷയത്തിന് നീക്കുപോക്ക് വരുന്നത്. പെട്ടെന്നായിരിക്കും നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നത്. മറുപടി പെട്ടെന്ന് വരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത്. ക്രമേണ 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 മറുപടി വരികയില്ലായിരുന്നു, പെട്ടെന്ന് മറുപടി വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നാം കണ്ണടച്ച് തുറക്കുമ്പോൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അതുകൊണ്ട് വൈകിപ്പോയി എന്ന് ഭാരപ്പെടരുത്. കാര്യങ്ങൾ കുഴഞ്ഞു എന്ന് വിചാരിക്കരുത്. പെട്ടെന്നൊരു വാർത്ത ചെവിയിൽ വരും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു. പെട്ടെന്ന് കൊടി കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഒന്ന് നോക്കി, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ്. യേശു പറഞ്ഞിട്ട് കാത്തിരിക്കുക. ഭയങ്കര ഒരു സംഭവം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. ഇത് വ്യക്തിപരമായ അനുഭവമാണ്. ആ കൊടിയ കാറ്റും മുഴക്കവും കോമൺ എക്സ്പീരിയൻസ് ആണെങ്കിൽ, ഈ പറഞ്ഞത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കാത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികൾക്കും വേണ്ടി ഓരോരോ അഭിഷേകം തരാൻ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്റെ സ്വഭാവവും എന്റെ ശുശ്രൂഷയും എന്റെ ബലവും എന്റെ ബലഹീനതയും എന്റെ എല്ലാം അറിയാവുന്ന ആത്മാവ് എന്റെ മേൽ വരുന്നത് എന്നെ ഉപയോഗിക്കാനും എന്നെ നിറയ്ക്കാനുമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കും. അത് നിങ്ങളുടെ തലയിൽ തന്നെ പതിയും. ദൈവത്തിന് ആള് മാറിപ്പോകത്തില്ല. അത് നിങ്ങൾ തന്നെ പ്രാപിക്കും. അത് നിങ്ങൾ നിലനിർത്തണം. അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് നിങ്ങൾക്കുള്ള അഭിഷേകമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായത് ഏറ്റെടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, അത് എന്റെ മേൽ പതിക്കണമേ. ആ അഗ്നി നാവുകൾ എന്റെ മേൽ പതിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ വാക്യം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആ ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അഗ്നിനാവ് അവരുടെ മേൽ ഇറങ്ങി. അവരാദ്യമേ ആത്മാവിനെ പ്രാപിച്ചത്, പുറത്തേക്ക് വിട്ടത് നാവിലൂടെയാണ്. സ്തോത്രം. എന്താണ് ഇതിനകത്തെ മർമ്മം? മർമ്മം എത്രയേ ഉള്ളൂ. പുതിയ നിയമത്തിന്റെ സകല ശുശ്രൂഷയും നാവിലൂടെയാണ്. നാവിന് പവറുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നാവുകൊണ്ടാണ്. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോഴും നാവാണ് ഉപയോഗിച്ചത്. ഏറ്റുപറഞ്ഞു. ഇനി നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നത് നാവ് ഉപയോഗിച്ച്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോഴാണ് സൗഖ്യമാകുന്നത്. അനേക വർഷങ്ങൾ ബന്ധിച്ചിട്ടിരുന്ന ഭൂതം വിട്ടുപോണത് യേശുവിന്റെ നാമത്തിൽ നിന്ന് പറയുമ്പോഴാണ്. ഭൂമിയിൽ നാം ചെയ്യുന്ന എല്ലാ ക്രിസ്തീയ ശുശ്രൂഷയിലും
നാവാണ് ശക്തമായ ആയുധം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പവർ ചോർന്നു പോണതും നാവിലൂടെയാണ്. നാവിന്റെ പാപം ഭയങ്കരമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ നാവ് അഗ്നിയുടെ സ്പർശനം ഏൽക്കണമെന്ന അർത്ഥത്തിൽ ആ സംഭവം അവിടെ കാണിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ നാവിനെ ദൈവത്തിന്റെ നിയന്ത്രണത്തിനായിട്ട് വിട്ടുകൊടുക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും ദൈവകൃപയെ ചോർത്തിക്കളയുന്നതാണ്. നമ്മുടെ നാവ് ഉപയോഗിച്ചാണ് നാം അന്യഭാഷ പറയുന്നത്. ഈ നാവ് ഉപയോഗിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ നാവ് ഉപയോഗിച്ചാണ് പിശാചിനോട് പുറത്തു പോകാൻ പറയുന്നത്. ഈ നാവിന്മേലാണ് നമുക്ക് ശുദ്ധീകരണം വേണ്ടത്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. വായിച്ചു. അന്ന് ആകാശത്തിൻകീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും റുഗ്യയിലും പമ്പൂലിയയിലും മിസ്രയീമിലും കുറേനേക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും വന്നു പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതിന് വ്യാഖ്യാനം വേണ്ട. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ലോകത്തിൽ എത്രയോ ഭാഷകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വായിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6513 ഭാഷകൾ നിലവിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഭാഷ നിങ്ങളൊരാൾ സംസാരിച്ചാൽ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മാക്സിമം എത്ര ഭാഷ അറിയാവുന്നവരുണ്ട്? 5 ഭാഷ അറിയാവുന്നവരുണ്ട് എന്ന് കൈവപ്പിക്കുക. തീർന്നു. ഇത്രയുള്ളൂ നമ്മുടെ കഴിവ്. അപ്പോ ഭാഷ തിരിയണം എന്ന് നമ്മൾ മല്ലു പിടിക്കരുത്. ഇവിടെ 18 ഭാഷക്കാരെത്തി. 18 ഭാഷക്കാരവിടെ എത്തി. അവർക്ക് ചിലർക്ക് തിരിഞ്ഞു. അപ്പൊ അന്യഭാഷ തിരിയണം എന്ന് നിർബന്ധം പിടിക്കരുത്. ഒരു 100 ഭാഷ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അതിനുവേണ്ടി മത്സരം പിടിക്കരുത്. അങ്ങനെ കുറെ പേർക്ക് ഭയങ്കര ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. തിരിയട്ടെ, എന്നിട്ട് ഞങ്ങൾ വരാം. സ്തോത്രം. ഇവിടെ എല്ലാവർക്കും തിരിഞ്ഞോ? താഴ് വായിച്ചു. ഇവർ പൊതുവിനെ കുടിച്ചിരിക്കുന്നെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. ആഹാ, അപ്പൊ അവർക്ക് തിരിഞ്ഞില്ലല്ലോ. അവർക്ക് തിരിഞ്ഞില്ല. ഒരു കൂട്ടർ പറഞ്ഞു ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പറയുന്നു, ഒരു കൂട്ടർ പറഞ്ഞു മദ്യപിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ 12 വാക്യം. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഭ്രമിച്ച ഒരു കൂട്ടര്, കളിയാക്കിയ ഒരു കൂട്ടര്, ദൈവത്തെ സ്തുതിച്ച ഒരു കൂട്ടര്. 3 കൂട്ടരെങ്കിലും അവിടെ ഉണ്ടല്ലേ? അല്ലേ? ഭ്രമിച്ച് വല്ലാതിരിക്കുന്ന പരിഭ്രമിച്ചിരിക്കുന്നവരുമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിയോ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ് പറയുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിനകത്തൊരു കൺഫർമേഷൻ കിട്ടിയ കുറച്ച് പേരുണ്ട്. ഒരു വകയെ തിരിയാതെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ ഗ്രൂപ്പ് 3 ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ആളുകളെ നോക്കി ഇങ്ങനെ പറയുന്ന 3 കൂട്ടർ ഇപ്പോഴും ഉണ്ട്. ചുമ്മാ വെറുതെ ബോധമില്ലാതെ ഏതാണ്ടൊക്കെ കാണിക്കുന്നത്, അങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഒന്നും വേണ്ടടാ, നമുക്ക് വിധിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അന്തം വിട്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം, ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. 3 കൂട്ടരുണ്ട്. 4ാമതൊരു കൂട്ടരുണ്ട്. അതാരാ? അന്യഭാഷ പറയുന്ന കൂട്ടര്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര്. കണ്ടോണ്ടിരിക്കുന്നവരെ 3ആയിട്ട് തിരിക്കാം. പ്രാപിച്ച ഒരു കൂട്ടരും, വിമർശിക്കുന്ന ഒരു കൂട്ടരും, പരിഭ്രമിച്ചിരിക്കുന്ന ഒരു കൂട്ടരും, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടരും. സ്തോത്രം. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് വിശദീകരണം പറയുകയാണ്. വായിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ച് കൊൾവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല.
പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ. ശ്രദ്ധിച്ചേ സഹോദരന്മാരെ, ദൈവസഭയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ബിബ്ലിക്കലായി വിശദീകരണം ഉണ്ട്. അത് നടത്താൻ അപ്പോസ്തലന്മാർ ഇന്നും ഉണ്ട്, കർത്താവിന്റെ ദാസന്മാർ ഉണ്ട്. ആർക്കും എന്തും കാണിക്കാവുന്ന സ്ഥലമല്ല സഭ. എന്നാ കാണിച്ചാലും അതെല്ലാം ഉണർവാണെന്ന് അംഗീകരിക്കുന്നതും അല്ല സഭ. എന്ത് കാണിച്ചാലും അതിന് ബൈബിളിൽ നിന്ന് വിശദീകരണം ഉണ്ടായിരിക്കണം. ബൈബിൾ കൊണ്ട് വിശദീകരിക്കാൻ മേലാത്ത യാതൊരു എക്സ്പീരിയൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാം വിശദീകരിച്ചില്ല. സംശയം ഉണ്ടെങ്കിൽ എഴുതി ഇവിടെ കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് വരച്ച വരെ നിർത്താൻ ഒക്കത്തില്ല, അതും വിശദീകരിച്ചു തരാം. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ബിബ്ലിക്കലായ എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്, അഥവാ ദൈവസഭ തയ്യാറാണ്. പത്രോസ് എഴുന്നേറ്റു. കുറച്ചുപേര് പറഞ്ഞത് മദ്യപിച്ചതാണ്, കുറച്ചുപേര് അന്തപ്പെട്ട് നിൽക്കുന്നു, കുറച്ചുപേര് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അങ്ങ് പോക്കോ എന്ന് പറയാതെ വേദപുസ്തകം തുറന്നു. ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് വിവരിക്കാം. വിവരിച്ചപ്പോ സംശയം തീർന്നു. അന്തപ്പെട്ട് നിന്നവരെല്ലാം സ്നാനപ്പെട്ടു. 10,000 പേര് അന്ന് കുളത്തിലോട്ട് ഇറങ്ങി. അതേ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അതേ ബൈബിൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അതേ അഭിഷിക്തന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. എന്നാ സംശയം? ഇത് നടന്നുകൊണ്ടേയിരിക്കുക ലോകം മുഴുവനും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക ലോകം മുഴുവനും. പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നാൽ ഇത് എന്തല്ല, ഇത് മദ്യപിച്ചതല്ല. കാരണം എന്നാ? അത് ആദ്യകാലങ്ങളിൽ എനിക്കിത് വായിക്കോ ഭയങ്കര ചിരി വരും. 3 മണിക്കല്ലേ കൂടി തുടങ്ങുന്നത്. ഉച്ച കഴിഞ്ഞ് 3, 4 ആവുമ്പോഴേ എല്ലാവരും ഷാപ്പിലോട്ട് പോണേ. നമ്മുടെ ടൈമിങ്ങിന്റെ വ്യത്യാസം. രാവിലെ 9 മണി ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അവരുടെ രാവിലെ 1 ആരംഭിക്കും, നമ്മുടെ രാവിലെ 6 ആരംഭിക്കും. അവരുടെ സമയത്തിന്റെ വ്യത്യാസമാണ്, കലണ്ടർ ക്ലോക്കിന്റെ വ്യത്യാസമായി പറഞ്ഞിരിക്കുന്നു. മോർണിംഗ് 9 o'clock അല്ലേ ആള്. ഇത്രയും രാവിലെ ആരാടാ ഷാപ്പിൽ പോണെന്നാ ചോദിച്ചത്. അത്രയായിട്ട് കാര്യമുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അത് നേരം വിളിക്കുന്ന പറഞ്ഞ ആരാ അങ്ങനെ കുടിക്കുന്നത്? അങ്ങനെ കുടിച്ചാലും അത്ര പെട്ടെന്ന് ഇതാവും. കുറച്ച് കഴിയുമ്പോഴല്ലേ ഒരു ഇതിലേക്കാവും. അത് പറഞ്ഞോണ്ട പ്രസംഗം തുടങ്ങുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ കണ്ടപ്പോൾ ഇവർക്ക് എന്താ ഇങ്ങനെ തോന്നി? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രസകരമായ ചിന്തകളാണ്. മദ്യപിച്ച ആളുകളെ കണ്ടപ്പോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ കണ്ടപ്പോ മദ്യപിച്ചതാണെന്ന് തോന്നി. ഏതാണ്ടൊക്കെ സാമ്യമുണ്ടല്ലേ? ഉണ്ട്. എഫേസ്യ ലേഖനം 5:18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തോളുവീൻ. സഹോദരന്മാരെ, അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയത് എന്തിനാ? അതാണ് എനിക്കൊരു ചോദ്യം. വീഞ്ഞു കുടിച്ച് മാത്രമാകരുത്, അതിന് പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാത്രമേ ആയിക്കോളാനല്ലേ പറഞ്ഞേ? അല്ലേ? അതല്ലേ? അല്ലേ പിന്നെ അങ്ങനെ പറയൂ. വീഞ്ഞു കുടിച്ച് മാത്രമാകരുത്, അതിന് പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാത്രമേ ആയിക്കോ. ഓക്കെ. അപ്പൊ വീഞ്ഞു കുടിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ കുടിക്കുന്നത്? ഒരു ദുഃഖങ്ങളെല്ലാം ഒന്ന് മറക്കാനാ. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. സന്തോഷം അത് തന്നെ എവിടെ സംഭവിക്കുന്നു? നാളെ ഉള്ളി പറഞ്ഞു, എനിക്ക് അവനോട് 2 പറയണേ ഒരു ഇച്ചിരി കഴിക്കണം. അപ്പൊ ധൈര്യം കിട്ടും അല്ലേ? അത് തന്നെ എവിടെ സംഭവിക്കുന്നു? കുടിച്ചു കഴിയുമ്പം സംസാരം കൂടുതലാണ്. ശരിയാണോ? പാട്ടും കൂടുതലാണ്. ഒരു പാട്ടും അറിയാൻ മേലത്തിൽ പാടിക്കൊണ്ട് പോകണോ വഴി? അത് എന്തത് ചെയ്യുമേ എന്നൊക്കെയാ പാടുന്നത്. കുടിച്ചാൽ പാട്ട് കൂടുതലാണ്. ശരിയാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലോ പിന്നെ പാട്ടേ ഉള്ളല്ലോ. ഒട്ടും ഞാൻ പരിഹാസത്തിൽ പറയില്ല, കറക്റ്റ് കാര്യം. ശരിയല്ലേ? അഭിഷേകം ശരിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നിർത്തിയാലും അകത്തൊരു പാട്ടുണ്ട്, ഉണ്ടോ? ഇല്ലേ? നമ്മളെപ്പോഴും ഒരു പാട്ടിന്റെ മൂഡിലാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ പിറവത്തൊരു സിനിമാ തിയേറ്റർ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവിടെ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു 30 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ്. ഈ 30 എന്തിനാ വെച്ചെന്നറിയാം? 21-40 വെക്കാവുള്ള എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി വെച്ചത്. 30 ദിവസം വെച്ചു. ആ പ്രാർത്ഥനയിൽ വലിയ വ്യത്യാസം ദൈവം ദേശത്ത് അയച്ചു. ഏതാണ്ട് 60ഓളം കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് നേരേക്ക് പോവുക വായുകയായിട്ട്. 3 മണിക്ക് തുടങ്ങും വർഷം. ഈ പിള്ളേരെ അപ്പനും അമ്മയും പറഞ്ഞു, എന്റെ ഭാഷ യോഗത്തിന്റെ മുഴുവൻ ചെലവ് നിങ്ങൾ തന്നേക്കാം, കാരണം ഇതിങ്ങളുടെ കുശലി മാറിയെന്ന് പറഞ്ഞു. കാരണം വന്നിരുന്ന മേശയുടെ മോളിൽ കയറുന്ന പാർട്ടികൾ, മൈക്കൊക്കെ മറിച്ചിടുന്ന പാർട്ടികളെല്ലാം അഭിഷേകം പ്രാപിച്ചപ്പോ ഇപ്പോ ഭയങ്കര സുഖമാണ് വീട്ടുകാർക്ക്. നമ്മുടെ തലമുറകൾ ഇതിനകത്ത് എങ്ങാനും നിൽക്കണമെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിനകത്തെങ്ങാനും നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കണം. സ്വതന്ത്രം വല്ല വെക്കേഷനോ വല്ല സമയം ഉണ്ടാക്കി ഒരു 5-6 മണിക്കൂർ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രോഗ്രാം കണ്ടുപിടിക്കണം. ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് വിട്ടുകൂടെ. ഒന്നും സംഭവിക്കാൻ പോണില്ല. വർഷിപ്പ് ചെയ്യട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഇവിടെ എത്ര ദിവസം ഇരുന്നെന്ന് കണ്ടോ? 10-12 ദിവസം ആയപ്പോഴാ കാറ്റടിച്ചത്. നിന്റെ സമയത്ത് ആത്മാവ് വരികയില്ല. ആത്മാവിന്റെ സമയത്ത് നീ അവിടെ കാണണം. ഇത് നമ്മുടെ പരിപാടി എന്നാ? വരികയാണെങ്കിൽ ആത്മാവ് വരുത്തുന്നു വന്നോണം, അല്ലേ ഞങ്ങൾ പോകും. ഓക്കെ, എനിക്കറിയാം ജോലിയുടെ കാര്യം. ജോലി കളയരുത്, കൃത്യമായിട്ട് ജോലി ചെയ്യണം. എപ്പോഴേലും സമയം ഉണ്ടോ? സമയം ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് ആത്മാവിന്റെ സമയം വരെ കാത്തിരിക്കണം. നിന്റെ സമയത്ത് ആത്മാവ് വരികയില്ല. ആത്മാവിന് വരുവാൻ മനസ്സുള്ളത് എപ്പോഴോ അതുവരെ കാത്തിരിക്കണം. നിറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് പേടിക്കണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ അവരെ കുറിച്ച് പിന്നെ പേടിക്കണ്ട. അവരെ പിന്നെ ശത്രുവിന് തൊടാൻ കഴിയില്ല. അവർ പിന്നെ ജീവിതത്തിൽ തകരുകയില്ല. ആത്മാവിൽ നിറഞ്ഞാൽ അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു പാട്ടായിരിക്കും. മദ്യപിച്ച ആൾക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ ആട്ടം ഫീൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും 100% ഡാൻസ് ചെയ്യും. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവരുടെ നാമത്തെ സ്തുതിക്കട്ടെ. നടക്കണമെങ്കിൽ എന്ത് വരണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഡാൻസ്, പ്രൈസ് ദി ലോർഡ്. അതൊരു കലയാ. ശാസ്ത്രീയമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ഒരുവൻ നിറഞ്ഞാൽ സിംഗിങ് ആൻഡ് ഡാൻസിങ് ജീവിതത്തിലെ ദുഃഖങ്ങളെ മറക്കുകയാണ്. ഓ, പരിശുദ്ധാത്മാവ് എത്രയോ ആനന്ദമാണ്, അതെത്രയോ മനോഹരമാണ്, അതെത്രയോ മാധുര്യമാണ്. നമ്മുടെ ദുഃഖങ്ങളെ മറക്കുവാൻ, നമുക്ക് പൂർണ്ണ ജയം തരുവാൻ പരിശുദ്ധാത്മ ശക്തി നമുക്ക് വേണ്ടേ? അപ്പൊ ഉടനെ അടുത്ത ചോദ്യം, പിശാച് വലിയ പുള്ളിയല്ലേ? പിശാച് ഉടനെ പറയുന്നത്, ദൈവസന്നിധിയിൽ ഒരു ഭയം വേണ്ടേ പാസ്റ്ററെ? ചുമ്മാ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചാടി തുള്ളി കയ്യും അടിച്ച് കാറി കൂവിയൊക്കെയാണോ ദൈവത്തെ ആരാധിക്കേണ്ടത്? മിണ്ടാതിരുന്ന ഞാൻ, അങ്ങനെയല്ലേ വാക്യം? അങ്ങനെയും വാക്യം. അങ്ങനെയുള്ളവരിപ്പോ അങ്ങനെയുള്ളൊരു സഭ കണ്ടുപിടിക്കട്ടെ, അല്ലാതെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം നന്ദിയുണ്ടെന്നുള്ള വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാം. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ ചുട്ടുകളയും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് പറഞ്ഞു. അർത്ഥം എന്നാ അറിയോ? നിനക്കെതിരെ യുദ്ധം വരുമ്പോൾ, നിനക്കെതിരെ വിമർശനം വരുമ്പോൾ, നിന്നെ ഒരുത്തരം ഉപദ്രവിക്കുമ്പോൾ, നിന്റെ ജീവിതം തകർക്കുന്ന പോലെ വെല്ലുവിളി വരുമ്പോൾ വിഷയം ദൈവത്തിന് ഏൽപ്പിക്കുക. വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കണം. വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് എടുത്തേ. 46 48 സങ്കീർത്തനം 46 അല്ലേ? അതെ. ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. 9 വാക്യം 10 വാക്യം. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇന്ത്യയിൽ ഒറീസയിലും കർണാടകത്തിലും പിശാച് നൃത്തം ചവിട്ടുകയാണ്. ഈ സമയത്ത് ദൈവജനത്തിന് ഉപയോഗിക്കാൻ ആയുധമൊന്നുമില്ല.
ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ. ദൈവം ചിലത് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ദൈവം ഇന്ത്യക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന് വേണ്ടി എഴുന്നേൽക്കും. മിണ്ടാതിരുന്ന ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കും? ഓ, ദൈവം എഴുന്നേൽക്കും. ഇന്ത്യക്കായിട്ട് ദൈവം എഴുന്നേൽക്കും. ഇന്ത്യക്കായിട്ട് ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓടി അലച്ചു വന്നില്ലേ? പവർ പ്രാപിച്ചാൽ നമ്മുടെ ക്ഷീണം മാറിപ്പോകും. ഇത് നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാൻ ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരയുമ്പോൾ ഈ ഒരു ഒറ്റ കാര്യം പറയണം: കർത്താവേ, എന്റെ കുഞ്ഞിനെ ആത്മാവിൽ നിറയ്ക്കണമേ, എന്റെ മക്കളെ ആത്മാവിൽ നിറയ്ക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണം: കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ നിറയ്ക്കണമേ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരൻ സഹോദരന്മാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറയാൻ, ആത്മാവിൽ നിറയുവാൻ, ആത്മാവിൽ നിറയുവാൻ ഉള്ളു തുറന്ന് പ്രാർത്ഥന ആരംഭിക്കാം. വായ തുറന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുള്ളത് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിഷയത്തിൽ കുറ്റബോധമുണ്ടോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റു പറയുക. ഏതെങ്കിലും തെറ്റുകൾ തുടരുന്നുണ്ടോ? ഏറ്റു പറയുക. സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് സാരമില്ല. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് സ്നാനപ്പെട്ടാൽ മതി. പക്ഷെ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും നിങ്ങൾ ശക്തി പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കുവാനായിട്ട് കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഉണർത്തുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ദൈവാത്മാവിൽ നിറയ്ക്കും. അവരുടെ മേൽ ശക്തിയുടെ ഒരു അഭിഷേകം വ്യാപരിക്കും. അവർ ഭൂലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകും. ഒരു വശത്ത് ശത്രു പീഡനം അഴിച്ചുവിടുമ്പോൾ, ഒരു വശത്ത് ശത്രു 1-2 പേരെ കൊല്ലുമ്പോൾ, ഇവിടെ ആയിരങ്ങൾ ആത്മാവിൽ നിറയാൻ പോവുകയാണ്. ലോകം മുഴുവനും ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ആളി കത്തുന്ന സമയം വരാൻ പോവുകയാണ്. ആർക്കും തടുക്കാനാകാത്തൊരു ഉണർവ് ദൈവം അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റു പറയാം, കുറവുകൾ ഏറ്റു പറയാം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, ഉത്സാഹത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏത്? ആത്മാവ്. ഏറ്റവും വലിയ പ്രാർത്ഥന ഏത്? അഭിഷേകം. നിനക്ക് എന്തു വേണം? അഭിഷേകം. കർത്താവേ, എനിക്ക് ആത്മാവിനെ തരണം, വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റെല്ലാം മനസ്സിൽ നിന്ന് വിട്. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവരോ ഇരട്ടി പങ്കിനായിട്ട് പ്രാർത്ഥിക്കുക. പുതിയൊരു അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുക. പുതിയൊരു നിറവിനായിട്ട് പ്രാർത്ഥിക്കുക. ഒരു പുത്തൻ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഇത് അറിയാം. ഇന്ന് രാത്രി ഇളക്കി മറിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം ഇന്ന് രാത്രി ചിലരെ മാറ്റുന്നു. രോഗത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടനായ പിശാചിന്റെ എല്ലാ ബന്ധനങ്ങളും, വ്യാപാരങ്ങളും, പോരുകളും, പോർവിളികളും, വർഷങ്ങളായി പഴക്കമുള്ള അവന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു.
സംഭവിക്കുന്നത്. ഇത് പവറാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ പ്രാപിക്കാൻ പോണത് പവറാണ്. അങ്ങനെയാണെങ്കിൽ പവർ, ശക്തി, അത് തമ്മിൽ വരുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇൻസുലേഷൻ മാറ്റിയിട്ട് ഇലക്ട്രിസിറ്റി വയറെ തൊട്ടാൽ ആ തൊടുന്ന വിരലിലല്ല, ശരീരം മൊത്തം വ്യാപരിക്കും, എടുത്ത് അടിക്കും, അല്ലേ? അത് സുബോധം ഇല്ലാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവം അങ്ങനെ തന്നെ ഉണ്ടാവും, ശക്തി ഉണ്ടാവും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മള് തെറിച്ചു പോയ ചരിത്രം ധാരാളവും. എല്ലാവർക്കും അല്ലതാനും പല നിലയിലാണ് സംഭവിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ നാവ് ആത്മാവ് എടുക്കും, ഉപയോഗിക്കും. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. നമ്മളൊന്ന് ഫ്രീ ആവാതെ ഒന്നും ചെയ്യാൻ പറ്റും. ഫ്രീ ആവണം, കംപ്ലീറ്റ് വിട്ടുകൊടുക്കും. നാവിനെ ആത്മാവ് നിയന്ത്രിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാതെ, ബുദ്ധി ഒന്നും അവിടെ ഉപയോഗിക്കാതെ ആത്മാവിനെ വിട്ടുകൊടുത്താൽ മതി. ഈ ഭാഷയ്ക്ക് ലിപിയില്ല, ഇതിന് അർത്ഥവും നമുക്ക് അറിയത്തില്ല, ഇത് പ്രിന്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ യുക്തി കാരണം പലപ്പോഴും അന്യഭാഷ നിന്നുപോകും, തടഞ്ഞു പോകും. യുക്തിയിലേക്ക് കടക്കാതെ ഫ്രീ ആയി വിട്ടുകൊടുത്താൽ നിങ്ങളുടെ നാവിലൂടെ ഒഴുകി വരുന്നത് എന്തോ അത് വന്നോട്ട് പുറത്തേക്ക്. അവിടെ യുക്തിയില്ല, അവിടെ ബുദ്ധിയില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടെ തന്നെ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും ഒരു ആത്മാവ് മർമ്മങ്ങളെ സംസാരിക്കുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. 5-10 മിനിറ്റോടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പിന്നീട് അവസരങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഉള്ള സമയത്തുള്ളിൽ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാമല്ലോ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് കയറി വന്ന് ഈ മുൻഭാഗങ്ങളിൽ ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒടുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് വന്ന പല സന്ദർഭങ്ങളുണ്ട്. അവർ പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് വന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ആത്മാവ് വന്നിട്ടുണ്ട്. പ്രതികൂലത്തിന്റെ നടുവിൽ ആത്മാവ് വന്നിട്ടുണ്ട്. വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയിലും പരിശുദ്ധാത്മാവിനെ ഇറങ്ങി വരാം. പാട്ട് പാടുമ്പോൾ വരുന്നത് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. പാട്ട് പാടുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങളാണ്. പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടൊരു ഗാനം ഇവിടെ ഇപ്പോൾ ചേർന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ അല്പനേരം മറ്റൊന്നും ചിന്തിക്കാതെ ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും ഡ്യൂട്ടി ടൈം ആയെങ്കിൽ അവര് പതുക്കെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. മറ്റൊന്നും ചിന്തിക്കാതെ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുക. ദൈവാത്മാവ് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ദൈവാത്മാവ് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഒന്നും ഭയപ്പെടണ്ട, തിന്മയ്ക്കായിട്ട് ഒന്നും സംഭവിക്കുകയില്ല. രോഗശാന്തിയും ആരോഗ്യം എല്ലാം ഇതിനകത്തോടെ സംഭവിക്കും. ഓപ്പറേഷൻ ചെയ്തിട്ട് 6 മാസമായി കാലനക്കാൻ മേലാഞ്ഞ ഒരു 60 വയസ്സുള്ള ഒരു ആന്റി തൃശ്ശൂർ നടന്ന ഈ കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കറിയില്ലായിരുന്നു. അവര് പൊട്ടും തൊട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ മാലയിട്ടിട്ടുണ്ട്. അവർ ഈ പ്രാർത്ഥനയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആദ്യമായിട്ട് വന്നായിരിക്കാം, നമുക്കറിയില്ലല്ലോ. എഴുന്നേറ്റ് ആരാധന തുടങ്ങി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി നടുവിലേക്ക് വന്നു. ഭയങ്കര വലിയ ഹോളാണ്. അവർ ഈ കാലിങ്ങനെ വീശും. അങ്ങനെ ആരും ചെയ്ത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാനോട് ഇതെന്തൊരു പ്രത്യേകതയാ. വേഗം ഞാൻ അടുത്ത് ചെന്ന് തലക്കെ വെച്ച് പ്രാർത്ഥിച്ച് മാറ്റി നിർത്തി. യോഗം കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂറുടെ വർഷിപ്പ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്തേ ഉള്ളൂ. എൻ്റെ ഈ കാലിന് ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. 6 മാസം എനിക്ക് കാലിറക്കാൻ പറ്റില്ല. 2 പേരും കൂടി പിടിച്ചാണ് ഞാൻ കസേരയിൽ എഴുന്നേക്കുന്നത്. പെട്ടെന്ന് ഈ ആത്മശക്തി എന്നിലേക്ക് വ്യാപരിച്ചപ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി. എൻ്റെ ഈ കാലിന്റെ കെട്ടം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വീശി നോക്കിയതാ കാല് ഓക്കെ ആയോ. പിന്നെ ഞാൻ ഫുൾ ടൈം അങ്ങനെ കുറെ നാളെ ഈ കാല് അനക്കാൻ മേലാതെ ഇരുന്നതല്ലേ, ഞാനങ്ങ് സന്തോഷിച്ചു തന്നു. ക്രൈസ്തവരോട് ഇന്ന് രാത്രിയിൽ അതേ ആത്മാവിയുടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നെ ഒന്ന് തിരിച്ചറിയേണ്ടതിന് ഏൽപ്പിച്ചോടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നൂറ്റാണ്ടിലെ അനുഭവം പോ